പൊന്നാനി ആസ്ഥാനമായി പുതിയൊരു ജില്ല എന്ന ആവശ്യവുമായി സർക്കാരിനെ സമീപിക്കാൻ PCWF. ജനസംഖ്യാധിക്യം കൊണ്ട് വീർപ്പുമുട്ടുന്ന മലപ്പുറം ജില്ലയുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമെന്നോണം പൊന്നാനി ആസ്ഥാനമായി പുതിയൊരു ജില്ല രൂപീകരിക്കുമെന്ന ആവശ്യവുമായും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണകർത്താക്കളെയും പ്രതിപക്ഷ ഭേദമന്യേ വിവിധ രാഷ്ട്രീയ നേതാക്കളെയും നേരിൽ കാണാൻ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ കേന്ദ്ര പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചു. വികസനം എല്ലാവർക്കും എല്ലായിടത്തും എന്ന ലക്ഷ്യത്തോടെ ഈ യജ്ഞത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കാളികളാകണമെന്നും യോഗം അഭ്യർത്ഥിച്ചു. പൊന്നാനി ആസ്ഥാനമായി പുതിയൊരു ജില്ല എന്ന ആവശ്യവുമായി നേരത്തെ നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്നോണം വിപുലമായ പദ്ധതികൾക്ക് രൂപം നൽകാൻ ആക്ഷൻ കൗൺസിൽ പുനഃസംഘടിപ്പിക്കാനും തീരുമാനിച്ചു. പൊന്നാനി തവനൂർ മണ്ഡലങ്ങളിലെ നിയമസഭാ സാമാജികരുമായി ചർച്ച നടത്താനും മുനിസിപ്പൽ പഞ്ചായത്ത് തലത്തിൽ ബഹുജന കൺവെൻഷനുകൾ വിളിച്ചു ചേർത്ത് ആവശ്യം ശക്തമാക്കാനും ധാരണയായി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണവും മേട്ടൻ ശുകുപുരം സ്മാരക അവാർഡ് സമർപ്പണവും ജൂൺ 26 നടത്താനും അർദ്ധവാർഷിക ജനറൽ ബോഡി യോഗം ജൂൺ 30 സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. യോഗത്തിൽ CS പൊന്നാനി അധ്യക്ഷത വഹിച്ചു. AM സുബൈദ പോത്തനൂർ ഉദ്ഘാടനം ചെയ്തു. CV മുഹമ്മദ് നവാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. P കോയക്കുട്ടി മാസ്റ്റർ, പ്രൊഫസർ VK ബേബി, E ഹൈദരാലി, MP അംബിക സുകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. S ലതാ വിജയൻ സ്വാഗതവും അഷ്റഫ് മച്ചിങ്ങൽ നന്ദിയും പറഞ്ഞു. 43 ലക്ഷത്തിലധികം ആളുകൾ അധിവസിക്കുന്ന ഈ മലപ്പുറം ജില്ല, ആ മലപ്പുറം ജില്ലയിൽ പലരും പല സ്ഥലങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ സാംസ്കാരികപരമായും പിന്നെ എല്ലാ നിലക്കും പൊന്നാനിയെയാണ് ഒരു ജില്ലയായി മലപ്പുറം ജില്ല വിഭജിച്ചുകൊണ്ട് ഒരു പുതിയ ജില്ല രൂപീകരിക്കണം, അല്ലെങ്കിൽ വിഭജനം എന്നതിനേക്കാൾ ഉപരി നമ്മൾ ആവശ്യപ്പെടുന്നത് പഴയ പൊന്നാനി താലൂക്ക് ചാവക്കാടിന്റെ ഭാഗം, അതേപോലെ തൃത്താല ഉൾപ്പെടുന്ന പിന്നെ പാലക്കാട് ജില്ലയുടെ ഭാഗം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിള സംസ്കാരത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പൊന്നാനി ജില്ല, പ്രത്യേകിച്ച് തീരദേശ പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തീരദേശത്തെ ജനങ്ങൾക്കുള്ള വിഷമതകളും പ്രയാസങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടി പൊന്നാനി ആസ്ഥാനമായ ഒരു ജില്ല വരണമെന്നത് ഇന്നല്ല നാളേറെയായി PCWF ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.